ഷാമെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സന്ദർശകരായി എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനകത്ത് സ്ത്രീ ജനങ്ങളും ഉണ്ടല്ലോ. പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെയൊക്കെ ഫോൺ നമ്പർ നമ്മളൊരു ഓഫീസിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ വരുമ്പോൾ ഫോൺ നമ്പർ നമ്മൾ വാങ്ങിക്കും. പക്ഷെ ഈ ഫോൺ നമ്പറൊക്കെ പുറത്തു പോകുന്നു. അത് സൂക്ഷിച്ചു വെക്കേണ്ട ആ ഫോൺ നമ്പറുകൾ മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക് പോവുകയാണ്. അവര് ഈ സ്ത്രീകളെയൊക്കെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പുതിയൊരു ആരോപണം PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കുറെ കടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PV അൻവറിന്റെ ഈ ആരോപണങ്ങൾ അത് സത്യമാകാൻ സാധ്യതയുണ്ടോ? PV അൻവർ ആരോപണം പറഞ്ഞല്ല, ഇത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ്. പരാതിയായിട്ട് തന്നെ കൊടുത്താണ്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ്. അപ്പൊ ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ പിന്നെ ഈ അനിൽകുമാർ ഉണ്ടല്ലോ, CPM-ന്റെ സംസ്ഥാന സമിതി അംഗം, ഈ ചാനൽ മുഖമാണല്ലോ, സംസ്ഥാന സമിതി അംഗം, അദ്ദേഹം പറഞ്ഞു ഈ PV അൻവർ P ശശിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. അപ്പം P ശശിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അത് ഇദ്ദേഹത്തിന് മാനഹാനിയായി പോരുത്, ആരാ PV അൻവറിന്. അതോടുകൂടി PV അൻവർ ഇന്നലെ 13/9/2024 പിന്നെ ഗോവിന്ദമാഷിന് കൊടുത്ത പരാതിയുടെ കോപ്പി എടുത്ത് പുറത്തു വിട്ടു. കുറച്ചു മുമ്പ് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു. ആ പരാതിയുടെ കോപ്പിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങി വെച്ച ശേഷം അവരെ ശൃംഗാരഭാവത്തിൽ P ശശി സംസാരിക്കുന്നു. എനിക്കറിയാൻ വയ്യത് എങ്ങോട്ടായി പോകുന്നത്. ഇവരെല്ലാരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉള്ള സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്നാ തോന്നുന്നത്. നുണയും കൊതിയും പറയുന്ന പോലെ ആയിപ്പോയി. നുണയൊന്നുമല്ലായിരിക്കും, ഇതില് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ച് പറയും. ഞാൻ പറഞ്ഞില്ലേ ഒരു സമയത്ത് ഈ കള്ളക്കൂട്ടങ്ങളെല്ലാം കൂടെ തമ്മിൽ അടിക്കട്ടെ, ആരും ഇത് തടയാൻ പോരുത്. ഒരാൾ ഇതിനെ പോയി ഇടപെട്ട് ഒരു കോടതിയും പോയി അൻവർ മിണ്ടരുതെന്നും പറയരുത്, ഇവര് മിണ്ടരുതെന്നും പറയരുത്, ഈ CPM-കാർ മിണ്ടരുതെന്നും പറയരുത്. അപ്പൊ നമുക്ക് കുറെ കഥ അറിയാൻ പറ്റും, പുതിയ കഥകൾ, ഇവിടെ നടക്കുന്ന എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും. ഒരുമിച്ച് കുറെ സൗഹൃദത്തിൽ നടക്കുന്ന ആളുകൾ പിണങ്ങി കഴിയുമ്പോൾ ഭയങ്കര കുഴപ്പമാണ്. പിന്നെ പരസ്പരം ഈ ഇതെല്ലാം വിളിച്ച് പുറത്ത് പറയും. അതാണ്, അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ രഹസ്യങ്ങൾ മുഴുവൻ അറിയാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുത്ത സുഹൃത്തുക്കള് പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല. അത് നല്ല രീതിയിൽ പിണങ്ങി കഴിഞ്ഞാൽ ഇവര് തമ്മിലടിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരുടെയും കൊള്ളരുതായ്മകൾ മൊത്തവും എല്ലാവരും അറിയും, പൊതുസമൂഹം മൊത്തം അറിയും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു ഏതാണ്ട് വലിയൊരു പരാതിയാണ് കേട്ടോ. വലിയ പരാതി, ഇത് കുറെ പേജുണ്ട്, എല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമയം തികയാതെ വരും. അതുകൊണ്ടാണ് ഈ പരാതിയുടെ പൂർണ്ണരൂപം വായിക്കാത്തത്. P ശശി സ്വർണ്ണക്കടത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. P ശശിക്ക് സ്വർണ്ണക്കടത്തുണ്ട്. സുജിത് ദാസിനെ അവിടെ മലപ്പുറത്ത് 3 കൊല്ലം ഇരുത്തിയത് P ശശിയാണ്. P ശശി സുജിത് ദാസിനെ അവിടെ ഇരുത്താനുള്ള കാരണം P ശശിയും സുജിത് ദാസും കൂടെ ചേർന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കലാണ്. അപ്പൊ ഇതിനോടുള്ള പ്രതികരണം P ശശിയോട് ചോദിച്ചു. P ശശിയോട് ചോദിച്ചപ്പോൾ P ശശി പറഞ്ഞു, എനിക്കിതിലൊന്നും പറയാനില്ല, പറയാനുള്ള എല്ലാം പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. P ശശി പറയത്തില്ലെന്നേ, പറഞ്ഞ അൻവർ അടുത്ത വെടി പൊട്ടിക്കും. P ശശിക്കെതിരെ നേരത്തെയും ഒരുപാട്, അതായത് നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇതേ സ്ഥാനം വഹിച്ചിരുന്നതാണ്. അന്ന് വളരെ പവർഫുൾ ആയിരുന്നു P ശശി. കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് P ശശിയാണ്. അന്ന് അദ്ദേഹത്തിനെതിരെ പക്ഷെ ഇങ്ങനെ ആരോപണങ്ങൾ പറയാൻ ആളുകൾ മടിച്ചു. കാരണം അദ്ദേഹം അത്രയും പവർഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് ആ നരസിംഹ സിനിമയിലൊക്കെ പറയുന്നില്ലേ, ഈ ഇദ്ദേഹത്തെ മെൻഷൻ ആ കഥാപാത്രത്തെ മെൻഷൻ ചെയ്ത് മണിയമ്പിള്ള രാജു പറയുന്നുണ്ട്, ഇങ്ങോട്ട് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞ്, എന്താ ഭീമൻ രഘുവിന്റെ കഥാപാത്രത്തിനെ ഇങ്ങോട്ട് മാറ്റിയത് അയാളാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ P ശശിയാണ് അവിടുത്തെ, നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയാം P ശശിയാണ്, ഇവർ ഒരുമിച്ച് പഠിച്ച ആളുകളാ P ശശി ആ കഥാപാത്രത്തെ എന്ന്. അപ്പൊ അദ്ദേഹം അത്രയും പവർഫുൾ ആയിരുന്നു. വീണ്ടും ഈ പിണറായി സർക്കാരിലേക്കും അദ്ദേഹം കടന്നു വരുമ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളാണല്ലോ. പാർട്ടി പുറത്താക്കി, ചില ആരോപണങ്ങളുടെ പേരിൽ പാർട്ടി പുറത്താക്കി. പക്ഷെ VS-ന് ഒരിക്കലും ഇദ്ദേഹവുമായിട്ട് യോജിച്ചു പോകാൻ കഴിഞ്ഞിരുന്നില്ല. VS P ശശിയുടെ കടുത്ത എതിരാളിയായിരുന്നു.
പി ശശി ഒരു കാലത്തും VS കണ്ണൂർ ലോബി അംഗീകരിക്കത്തില്ലായിരുന്നു. കണ്ണൂർ ലോബിയോട് VS ഒട്ടും താല്പര്യമില്ലായിരുന്നു. തിരിച്ചും ഉണ്ടായിരുന്നില്ല. തിരിച്ച് അവർക്കും താല്പര്യമില്ല. VS താല്പര്യമില്ല. VS അങ്ങോട്ടും ഇല്ല, ഇവർക്ക് ഇങ്ങോട്ടും ഇല്ല. പിന്നെ VS എന്ന് പറയുന്നത് എന്താ പറയാ, ഇവർക്ക് പിടിച്ചു കുലുക്കാൻ പറ്റാത്തൊരു വൻ വൃക്ഷം. അതുകൊണ്ട് ഇവർക്ക് പിടിച്ചു കുലുക്കിയെടുത്ത് വെളിയിൽ കളയാനൊന്നും പറ്റിയില്ല. അത് അവസാനം ആ ഒരു സമയം വരെ അദ്ദേഹം രോഗാവസ്ഥയിലേക്ക് മാറുന്നത് വരെയും അതങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റി. VS അല്ലാതെ വേറൊരാളായിരുന്നു ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പാർട്ടി അന്നേ പുറത്താക്കിയത്. എന്തായാലും അൻവർ ഇപ്പോൾ ഇവര് പറയുന്നത് അൻവറിന് പിന്തുണ നൽകുന്ന ആരാന്നറിയാം. ഇപ്പൊ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അൻവറിന് പിന്തുണ നൽകുന്നത് പിന്നെ SDP ആണ്. അങ്ങനെ പറയുന്നുണ്ട്. കഥകളെല്ലാം പുറത്തു വരുവാന്നേ. എല്ലാ കഥകളും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം MV ഗോവിന്ദനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇയാൾക്ക് പിന്നെ SDP ബന്ധമാണെന്ന്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായിട്ടും SDP-യുമായിട്ടാണ് ഇയാളുടെ ബന്ധം. അവരാണ് അൻവറിന് പിന്നിൽ ലീഗ്, കോൺഗ്രസ്, SDP, ജമാഅത്തെ ഇസ്ലാമി. പടത്തിൽ പറയത്തില്ല ഷാജിയേട്ട, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭീകരന്മാരായി മാറിയിരിക്കുന്നു. ആണുവന്നേ. അൻവറിന്റെ ആൾക്കൂട്ടം വെറുതെ ഉണ്ടായ ഒരു ആൾക്കൂട്ടമല്ല. അതെ, അൻവറിന് ഒറ്റയ്ക്ക് അത്രയും ആൾക്കൂട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അൻവറിന് പറയുന്നെങ്കിലും അൻവർ വിചാരിച്ചാൽ അത്രയും ആൾക്കൂട്ടം ഒന്നും വരത്തില്ല. ഇല്ല, ഒരു കാരണവശാലും അങ്ങനെ ഒന്നും വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഉണ്ടായിരിക്കുന്ന ഈ മതത്തിന്റെ വിഷയമാണ് അൻവർ ഇൻഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മതമാണ്. അതായത് പിന്നെ നിസ്കരിക്കാൻ സാധിക്കാത്ത നിസ്കാരത്തെ കുറിച്ചൊക്കെയുള്ള സംഭാഷണമാണ് എടുത്തിട്ടിരിക്കുന്നത്. അവിടെ അതെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ആകുമെന്ന് അൻവറിന് അറിയാം. ഈ അൻവറിനെ പിന്തുണയ്ക്കുന്നതിൽ ഭൂരിഭാഗവും ആ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ആ വിഭാഗത്തിലെ തീവ്ര ചിന്താഗതിക്കാർ, സാധാരണക്കാരല്ല, തീവ്ര ചിന്താഗതിക്കാർ. അവരിലെ സാധാരണക്കാരായിട്ടുള്ള CPM-ന്റെ പ്രവർത്തകർ അൻവറിനെ പോയി തെറിയും പറയുന്നുണ്ട്. അൻവറിന്റെ ഫേസ്ബുക്കിൽ പോയിട്ട് പിന്നെ തെറിയും വിളിക്കുന്നുണ്ട്. താനല്ലോട് പറഞ്ഞത് പിന്നെ ഏഷ്യാനെറ്റ് മറുനാടൻ മലയാളിന്ന് താൻ കാണത്തില്ലെന്ന്, പിന്നെ ഈ ചർച്ച താനെങ്ങനെ കണ്ടേന്നൊക്കെ ചോദിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള അവരിലെ ഒരു കുറച്ച് സെക്യുലറായിട്ട് ചിന്തിക്കുന്നവരുണ്ടല്ലോ. ആ സെക്യുലറായിട്ട് ചിന്തിക്കുന്നവർ പോയിട്ട് അൻവറിനെ തെറിയും പറയുന്നുണ്ട്. മറ്റൊരു അതിന്റെ പുറകെ പോയി ആ പറഞ്ഞവനെ പിന്നെ ഇത് മതത്തിന്റെ ബേസ് ചെയ്തിട്ട് മറുപടി പറയുന്നുണ്ട്. അൻവർ ഉയർത്തിയ വിഷയം ഇവിടുത്തെ ഇസ്ലാമിന്റെ വിഷയമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കമന്റുകൾ വായിച്ചാൽ മതി. അവിടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അൻവർ പറഞ്ഞ അടുത്ത ഇലക്ഷനിലേക്ക് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാവുമായിരിക്കും. ലീഗിന്റെ സ്ഥാനാർത്ഥി ആക്കാതിരിക്കാനുള്ള ശ്രമമാണ് അവർ അവിടെ CPM നടത്തുന്നത്. ലീഗിലേക്ക് അൻവർ പോകാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പിന്നെ CPM അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം. ഒരു കാരണവശാലും PV അൻവർ ലീഗിലേക്ക് പോകരുത്. അതിനു മുമ്പ് തന്നെ അൻവറിന്റെ കേസുകളെല്ലാം കുത്തിപ്പോക്കാനാണ് തീരുമാനം. അൻവറിനെതിരെ ഒരു കൊലക്കേസ് ഉണ്ടറിയോ? ഒരു കൊലക്കേസ് ഉണ്ട് അൻവറിനെതിരെ, ഒരു ലീഗ് പ്രവർത്തകന്റെ കൊലക്കേസ്. ലീഗ് പ്രവർത്തകന്റെ കൊലക്കേസ്. ആ കേസിൽ പിന്നെ വെറുതെ വിട്ടതാ അൻവറിനെ വെറുതെ വിട്ട കേസിൽ അപ്പീൽ പോകാനാണ് സർക്കാർ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അൻവറിനെ ഏത് വിധത്തിലും പൂട്ടുക എന്നുള്ളതാണ്, ഏത് വിധേനയും പൂട്ടുക. ആ കൊലക്കേസ് എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചും ആ പ്രവർത്തകന്റെ, ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ഇത് വേണം പിന്നെ വീണ്ടും ഇത് കേസ് പരിഗണിക്കണം, വീണ്ടും അന്വേഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും നടക്കുന്നുണ്ട്. ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ആളായതുകൊണ്ട് അൻവറിനെതിരെ വീണ്ടും സർക്കാർ അപ്പീലിന് പോവുകയാണെങ്കിൽ ലീഗിന് ഈ അൻവറിനെ അടുപ്പിക്കാൻ പറ്റില്ല. അത് ശരിയാണ്. അതാണ് സർക്കാർ എടുത്ത് ധാർമ്മിക പ്രശ്നം വരും. ഈ ലീഗ് പ്രവർത്തകരോട് നേതൃത്വം എന്ത് മറുപടി പറയും? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊലപ്പെടുത്തിയ ഒരാളെ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവര് കേൾക്കുവോ? അവര് കേൾക്കത്തില്ല. CPM പക്ഷെ അങ്ങനല്ല. CPM അതൊക്കെ ആരായാലും കൊന്നോനെയും പിടിച്ചോനെയും ഒക്കെ പാർട്ടിക്കകത്ത് ഗുണപ്പെടുമെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. ഇവരുടെ പാർട്ടിക്കാരെ തന്നെ കൊന്ന ആൾക്കാരെ ഇവർ പാർട്ടിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ പാർട്ടിയിൽ ഇവരുടെ ഇപ്പം മരിച്ചുപോയ പിന്നെ പുഷ്പനെ എങ്ങനെയാ പിന്നെ വെടിവെച്ചല്ലേ ആ പരുവായത്. 30 വർഷത്തോളം അവിടെ കിടന്നു. എന്നിട്ട് ഇവര് എന്താ ചെയ്തത്? പിന്നെ സ്വാശ്രയ മേഖല. ഇവരുടെ മക്കളൊക്കെ എവിടാ പഠിച്ച്? പുഷ്പന കട്ടിലിൽ കിടന്നപ്പോ ഇവരുടെ മക്കളൊക്കെ എവിടാ പഠിച്ചേ? ഇവര് ആ ഒരു ചിന്താഗതിയൊന്നും ഇവർക്കില്ല, ആ ഒരു കാര്യമൊന്നും അവർക്കില്ല. പക്ഷെ മറ്റവർക്ക് ഇത്തിരി വൈകാരികമായിട്ട് എടുക്കും. അവർ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സാധനമാണ്. ലീഗ് എന്ന് പറയുന്നത് മതേതരമാണെന്ന് നമ്മളാരും പറയത്തില്ല. മതേതര സാധനമൊന്നും അല്ലത്. അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ്. മതത്തെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അവരുടെ പ്രവർത്തകനെ കൊന്ന ഒരാളെ അവിടേക്ക് എടുക്കുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ട്. അവരവിടെ പ്രശ്നമുണ്ട്. അവിടെ ഒരു ധാർമ്മിക പ്രശ്നമാണ് CPM അവിടെ ഉയർത്തിവിടാൻ നോക്കുന്നത്. ഏതായാലും എത്ര സ്ത്രീകൾക്ക് വിളി പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഇനി പുറത്തു വരും.
അതെ. എത്ര സ്ത്രീകൾക്ക് വിളി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും സ്ത്രീ പി ശശിക്കെതിരെ ആരോപണമായിട്ട് വേണമെങ്കിൽ അൻവർ കുത്തിപ്പൊക്കി കൊണ്ടുവരും. വിളിച്ചതിന്റെ സാധ്യതയുണ്ട്. എന്നെ വിളിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശൃംഗാരഭാവത്തിൽ സംസാരിച്ചു. ഈ ശൃംഗാരഭാവം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അൻവറിന്റെ കയ്യിൽ അങ്ങനെ ആരോ ചെന്ന് പരാതി പറഞ്ഞു പി ശശി വിളിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അൻവർ ഈ പരാതി എഴുതി വെച്ചേക്കുന്നത്. ആ അൻവറിന് പോലീസിൽ ബന്ധമുണ്ടല്ലോ, അൻവർ ആ കോൾ ഡീറ്റെയിൽസ് കൊടുത്താണ്. അപ്പൊ എന്തായാലും പരാതിക്കാര് ചിലപ്പോ ഇനി പരാതിക്കാരികളുടെ പ്രളയമായിരിക്കും. പരാതിക്കാരികൾ ഓരോരുത്തരായി രംഗത്ത് വരും. എല്ലാം വരട്ടെ. നമുക്ക് കഥകളൊക്കെ കേട്ട് രസിക്കാം. കുളിര് കോരുന്ന കഥകൾ. ശരി.